അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഗുരുവായൂരാണ്. അപ്പോൾ ഗുരുവായൂർ രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് കേട്ടോ. കാരണം 7:30 ആകുമ്പോഴേക്കും ചെക്കൗട്ട് ആവണമായിരുന്നു. അങ്ങനെ റിഫ്രഷായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ആളുകളൊക്കെ ഇറങ്ങിപ്പോയി കേട്ടോ. എനിക്കൊന്ന് നിർമ്മാല്യം തൊഴാൻ വേണ്ടിയായിരിക്കാം. എന്തായാലും 2-3 പേര് മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി എല്ലാവരും പോയായിരുന്നു. ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് നേരെ എന്താ പറയുക, നേരെ നമുക്ക് താഴെ ചെന്ന് രജിസ്റ്റർ സൈൻ ചെയ്ത് ചെക്കൗട്ട് ചെയ്യണം. രാവിലെ താഴെ വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച, രാവിലെ ഒരു ഗജരാജൻ ഇങ്ങനെ അതിലേ പോകുന്നു. അപ്പോൾ നല്ലൊരു ഐശ്വര്യം കേട്ടോ. ആന അതിലേ പോകുന്നുണ്ടായിരുന്നു. ആനയെ കണ്ടു. നേരെ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഇതായിട്ട് നമ്മൾ നേരെ താമസിച്ച സ്ഥലം ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ ഹോട്ടൽ ഗോകുലത്തിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഗുരുവായൂർ വരുമ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് കുറഞ്ഞ ചിലവിൽ താമസിക്കാൻ പറ്റും. AC ആണ്. അപ്പോൾ നേരെ തന്നെ കണ്ണനെ കണ്ട് നന്ദി പറയണ്ടേ. കണ്ണനെ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് ഒരു ഭംഗിയുള്ള കാഴ്ചയോട് കണ്ടു കേട്ടോ. വേറെ ആരുമില്ല, ഒരു ആനയും കൂടെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ആ ഒരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ കണ്ണൻ്റെ അടുത്ത് എല്ലാ താങ്ക്സും പറഞ്ഞ് നേരെ പഴയടത്തേക്ക് പോയി. പഴയടത്ത് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയും കഴിച്ച് നേരെ രുക്മിണി റീജൻസിൽ വന്നു. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. കാരണം ഇനിയിപ്പം ഗസ്റ്റ് വന്നാൽ ഇതിലെ തിരിച്ച് കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഗസ്റ്റ് വന്നിട്ട് വേണം തിരിച്ച് അവരെ എയർപോർട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ. അപ്പോൾ ആ ഗ്യാപ്പിൽ നോക്കിയിട്ട് നമ്മൾ അവിടെയൊക്കെ കുറച്ച് നടന്ന് ചുറ്റി കണ്ടു. ഈ നിൽക്കുന്നതാണ് കേട്ടോ, മൊബൈലിൽ തോന്നി കളിക്കുന്നതാണ് ഷിജോ മുതലാളി, ഡൊമിനിക്ക്. പണ്ട് ഞങ്ങളൊക്കെ ഒന്നിച്ചായിരുന്നു. എന്തായാലും ഷിജോ എന്നോട് സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഗസ്റ്റ് വിളിച്ചു. അങ്ങനെ ഗസ്റ്റിനെ നേരെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോകാം കേട്ടോ. അങ്ങനെ അങ്കമാലി എത്താറായി. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഗസ്റ്റിനെ എയർപോർട്ട് ഡ്രോപ്പ് ചെയ്ത് ഹാപ്പിയാക്കി പറഞ്ഞു വിട്ട് നേരെ നമ്മൾ വീണ്ടും തിരിച്ച് എറണാകുളത്തേക്ക്. കുറച്ച് നേരം ഓൺലൈനിൽ ഓടാൻ വെച്ച് ഊബർ ഓണാക്കിയപ്പോൾ ചെറിയ ട്രിപ്പുകളൊക്കെ അടിച്ചു കേട്ടോ. CNG ആദ്യം ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം രാത്രി ചെമ്പുമുക്ക് ഭാഗത്തെത്തിയപ്പോഴേക്ക് 11:30 മണിയായി. നല്ല മഴയും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷം. പുതിയ വിശേഷമായി നമുക്ക് നാളെ കാണാം. താങ്ക് യു. ബൈ.